ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ നല്ല ഫയറിങ് എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ആദ്യം വന്ന് നോക്കിയത് നമ്മുടെ വീടിനുള്ളിലെ വൃത്തിയും ഹൈജീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീടിനുള്ളിൽ ഫുള്ള് നോക്കി എല്ലാവരും പുറത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ലാലേട്ടൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട്. പിന്നെ ലാലേട്ടൻ ആ ഹൗസിനുള്ളിലെ ഹൈജീൻ ഒരു മാർക്ക് കൊടുത്തു, 5-ൽ 3 മാർക്ക് കൊടുത്തിട്ടായിരുന്നു നമ്മളുടെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഫയറിങ് ആയിരുന്നു. ആദ്യം ഫയർ ചെയ്തത് ആര്യനെയായിരുന്നു. ആര്യൻ ശരിക്കും ആരും കാണാതെ കിച്ചണിലെ കത്തിയെടുത്ത് ഷേവ് ചെയ്യുന്നതായിരുന്നു ആ ദൃശ്യം. അത് ശരിക്കും ലാലേട്ടൻ അത് കാണിച്ചു കൊടുത്തു, വീട്ടിനുള്ളിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അനീഷ് എണീറ്റ് നിന്നിട്ട് പറയുന്നത്, ഇത് ഞാൻ നേരത്തെ കണ്ടിരുന്നു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ആലോചിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് അനീഷ് ഇത് കണ്ടില്ല എന്ന് നടിച്ചു. കാര്യം ചെറിയൊരു കാര്യത്തിന് വരെ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് അനീഷ്. ആരും ചെയ്ത ഈ ഒരു ശരിക്കും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കിച്ചണിൽ ചെയ്യുന്ന ഒരു കത്തിയെടുത്ത് സ്വന്തം താടി ഷേവ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ട് അനീഷ് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ആരോടും പറഞ്ഞില്ല എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പം ആര്യന് ഫേവർ ചെയ്തിട്ടായിരിക്കാം അനീഷ് നിൽക്കുന്നത്, അങ്ങനെയും ആവാം. അതുകൊണ്ടായിരിക്കും പറയാത്തത്. എടുത്തു പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. ആര്യനെ ഫയർ ചെയ്തതിന് ശേഷം പ്രൊമോയിൽ നമ്മൾ കാത്തിരുന്നൊരു ഫയറിംഗ് എന്ന് പറയുന്നത് അക്ബറിൻ്റെയാണ്. അക്ബറിൻ്റെ അഗ്രസീവും അതുപോലെ തന്നെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അക്ബർ മോനെ വീട്ടിലും നീ ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ ഇങ്ങനെയല്ല. എല്ലാവരും പേടിച്ച് നിന്നൊരു സമയമായിരുന്നു അത് ശരിക്കും. അങ്ങനെ കുറേ ലാലേട്ടൻ അക്ബറിനോട് ദേഷ്യപ്പെട്ടതിന് ശേഷം കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. കൺഫെഷൻ റൂമിൽ പോയിട്ട് അക്ബർ അത്രയും ദേഷ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു അക്ബറിനെ ആദ്യം ഒന്ന് കണ്ണീര് വരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഒരു വിളിയായിരുന്നു. അപ്പം കൺഫെഷൻ റൂമിൽ അക്ബറിൻ്റെ ഉമ്മയാണ് വിളിച്ചത്. അക്ബറും ഉമ്മ എന്ന് വിളിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. ശരിക്കും അത്രയും നേരത്തെ ദേഷ്യം അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഫയറിങ്ങിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നിയൊരു കാര്യമായിരുന്നു ആ ഉമ്മയുടെ ഒരു കോളിങ്. അതിനുശേഷം അക്ബർ തിരിച്ച് വീടിനുള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്നതിന് ശേഷം അക്ബർ കണ്ടസ്റ്റൻസിനോട് അല്ലെങ്കിൽ കൂടെ ഉള്ളവരോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ ഇങ്ങനെ അല്ല. ശരിക്കും അക്ബർ വീട്ടിൽ ഇങ്ങനെ അല്ലാതെ വേറൊരു അക്ബർ ഉണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. അതിനുശേഷം കിട്ടിയൊരു ഫയറിംഗ് ആയിരുന്നു ഒണിയിലിന് മാത്രമല്ല അഭിലാഷിനും. രണ്ടുപേരുടെയും ഭയങ്കര മോശമായിട്ടുള്ള ലാംഗ്വേജസ് ആണ് അതിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്, റെനയോട് അത്രയും മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇത്രയും മോശമായിട്ടുള്ള ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അഭിലാഷിനും ഒണിയിലിനും നല്ല രീതിക്ക് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ ബ്രേക്ക് വരുന്നത്. അപ്പോൾ ലാലേട്ടൻ പോയ സമയത്ത് വീട്ടിനുള്ളിലേക്ക് ഒരു നല്ലൊരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന അക്ബർ അല്ലെങ്കിൽ അതോർത്ത് പെട്ടിരിക്കുന്ന അക്ബറിനെ ആദ്യം എണീറ്റ് വന്നിട്ട് പോട്ടടാ സാരമില്ലടാ എന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ്. ശരിക്കും അത് നമുക്ക് കാണാൻ അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ അഭിലാഷ് വന്ന് റെനയോട് പറയുന്നതും പോട്ടെ സാരമില്ല സോറി പറയുന്നതും, ആങ്കർ ശാരിക വന്നിട്ട് അക്ബറിനോട് പോട്ടട ഇതൊക്കെ സാരമില്ല എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇതിലൊക്കെ പെടാതെ ഇത്രയും ദേഷ്യപ്പെട്ടില്ല അല്ലെങ്കിൽ അത്രയും ഫയറായ ഒണിയിൽ ഒരു റിഗ്രറ്റ് പോലും ഇല്ലാതെ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് അനങ്ങാതെ കൈയും കെട്ടി അവിടെ നിന്നത്. ഈ പറഞ്ഞ അഭിലാഷ് വരെ റെനയോട് പോയിട്ട് സോറി പറഞ്ഞിട്ടും ഒണിയിൽ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പം അപ്പോഴും ഒണിയിലിൻ്റെ മൈൻഡിൽ ഞാൻ ചെയ്തതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നുള്ളതായിരിക്കാം. അതിനുശേഷം പിന്നീട് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ലാലേട്ടൻ വരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു എവിക്ഷനാണ്. ശരിക്കും നമ്മളുടെ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും അടിപൊളി എവിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കലാഭവൻ സരികയാണ് എവിക്റ്റഡ് ആയത്. സരിക എവിക്റ്റഡ് എന്ന് പറഞ്ഞു ഹൗസിലുള്ള എല്ലാവരെയും കരയിപ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു വിടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. സരിക എന്തോ എടുക്കാനായിട്ട് റൂമിലേക്ക് വിടുന്നു, അവിടെ നിന്ന് നേരെ കൊണ്ടുപോവുകയായിരുന്നു സരികയെ. ശരിക്കും ആ സമയത്ത് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു. ഈ കലാഭവനും അധികം വിഷമം വരാത്ത രീതിയിൽ കരയിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു എവിക്ഷനായിരുന്നു നമ്മൾ കണ്ടത്. അപ്പം സരിക അതിനുശേഷം ലാലേട്ടൻ്റെ അടുത്ത് വന്നതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആരോടാണ് യാത്ര പറയേണ്ടതുള്ളത് അല്ലെങ്കിൽ ആരെയായിരിക്കും മിസ്സ് ചെയ്യുന്നത്, ആരോടാണ് കൂടുതൽ അടുപ്പം എന്ന് ചോദിക്കുമ്പോൾ സരിക പറയുന്നുണ്ട്, ആദിലേനെയും അക്ബറിനെയും ആയിരിക്കും മിസ്സ് ചെയ്യാൻ പോകുന്നത്, അവരെയാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഹൗസിൽ കാണാൻ പറ്റും, അവരോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ആദില നൂറയുടെ കാര്യം പറഞ്ഞാൽ പുറത്ത് അത്രയും സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് എന്ന രീതിയിൽ പുറത്ത് അത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഗുണമാണ് സരികയായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരാളുമായിട്ട് അത്രയും കണക്റ്റഡ് ആവണമെങ്കിൽ, അത്രയും ഇഷ്ടപ്പെടണമെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള സ്വഭാവം ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം സരികയ്ക്ക് ഏറ്റവും കൂടുതൽ ആദിലേനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ശരിക്കും അവരുടെ ഒരു സ്വഭാവ ഗുണം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു എവിക്ഷനോട് കൂടിയാണ് ഇന്നലത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. പിന്നെ കുറച്ച് രസകരമായ കാര്യങ്ങളും
സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. ഇന്നത്തെ പ്രൊമോയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത എവിക്ഷൻ, നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന അടുത്ത എവിക്ഷനും, അതുപോലെ തന്നെ അക്ബറിൻ്റെ കുറച്ച് പാരഡി ഗാനങ്ങളും, പിന്നെ കാണുന്നത് ഷാനവാസ് പറഞ്ഞൊരു ഡയലോഗ്, നോട്ടം ശരിയല്ല എന്നുള്ളൊരു കാര്യവും. അപ്പം ശരിക്കും ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് അകത്തിന് അടുത്ത സംഭവിക്കാൻ പോകുന്ന അടുത്ത ഫയറിങ് എന്താണ്, അല്ലെങ്കിൽ എവിക്റ്റഡ് ആവാൻ പോകുന്ന ആരാണെന്നുള്ള ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് കാണാൻ. നമുക്കിനി കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.